9 മാസത്തിന് ശേഷം ആദ്യമായി നിരക്ക് കുറിച്ച US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 4-നും 4.25%-നും ഇടയിൽ. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളിലേക്കും ഫെഡ് നീങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. US സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് നീണ്ട 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 0.25% ഇളവാണ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ 4.25 മുതൽ 4.50% നിന്ന് പലിശ നിരക്ക് 4 മുതൽ 4.25% കുറഞ്ഞിരിക്കുകയാണ്. ഈ തീരുമാനം പാസ്സായത് ഒന്നിനെതിരെ 11 വോട്ടുകൾക്കാണ്. 2025 ഇനി ഒരു 2 തവണ കൂടി ഈ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഫെഡറൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 2026 ഒരുപക്ഷെ ഒരു തവണയും കൂടെ കുറച്ചേക്കും. ഫെഡറൽ റിസർവിന്റെ ഈ പലിശ നയം പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ US ഓഹരികളൊക്കെ വൻ നേട്ടത്തിലേക്ക് കുതിച്ചു കയറിയിരുന്നു. പക്ഷേ അത് പിന്നീട് പുറകോട്ട് പോകുകയായിരുന്നു. പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് താൽക്കാലികമായ ഒരു റിസ്ക് മാനേജ്മെന്റ് കട്ട് നടപടി മാത്രമാണെന്ന് ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം US ഫെഡറൽ ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതാണ് ഒരുപക്ഷെ ഈ തിരിച്ചടിയായതെന്ന് കരുതുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് അമേരിക്കയിൽ കുത്തനെ കൂടിയതാണ് ഇപ്പോൾ ഈ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള പ്രധാന കാരണം. ഒരു മിനിമം 1% കുറയ്ക്കണമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. അമേരിക്കയിൽ ഇതോടെ വാഹനം, വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശയും ഈ ക്രെഡിറ്റ് കാർഡ് പലിശയും ഒക്കെ കുറയുവാൻ സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ഈ പലിശ നിരക്ക് കുറച്ചത് സേവിങ്സ്, അതുപോലെ ഡിപ്പോസിറ്റ്, ഈ FD പലിശ നിരക്കും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയാണ്. പക്ഷേ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് ചരിത്രത്തിൽ ആദ്യമായി ഇന്നലെ $3,700 വരെ കുതിച്ചുയർന്നു. എന്നാൽ പിന്നീട് അത് കുറയുകയായിരുന്നു. ക്രിസ്റ്റീന, ഉന്മേഷ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.